നമുക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി പുട്ട് തയ്യാറാക്കിയാലോ. രാവിലെ എളുപ്പമാണ്. നമ്മൾ അരി ഉഴുന്നൊന്നും അരച്ചില്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് റാഗി പുട്ടുപൊടി ഡബിൾ ഹോഴ്സിൻ്റെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടാണ് ഞാൻ ഈയിടെയായിട്ട് ഇപ്പം മേടിക്കുന്നത്. അതിൽ നിന്നൊരു കപ്പ് ഏകദേശം 100 ഗ്രാം അത് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം കൂടെ ഇടാം. അരക്കപ്പോടെ നമുക്ക് ആ പൊടി എടുക്കാം. അപ്പോൾ ഏകദേശം 2 ചിരട്ടപ്പുട്ടിനുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. പുട്ടിന് കുറച്ച് നല്ല മയം ഒക്കെ കിട്ടും. അങ്ങനെ തേങ്ങ നമ്മൾ ഇടയ്ക്കിടുമ്പോൾ ഒരു ടേസ്റ്റും കൂടുതൽ കിട്ടും. അതിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അല്പം ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഷുഗർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും പുട്ടിന് നമുക്ക്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് പുട്ടിൻ്റെ രൂപത്തിൽ നനച്ചെടുക്കണം. സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. കുറേശ്ശെ ഒഴിച്ച് നമ്മളിത് പാകപ്പെടുത്തിയെടുക്കണം. കെട്ടാതിരിക്കാൻ അല്പം തളിച്ച് മിക്സ് ചെയ്യാം. അപ്പം അങ്ങനെ ആവശ്യത്തിന് വെള്ളം അതിന് പാകത്തിന് വന്നിട്ടുണ്ടോ എന്ന് നമുക്കിതൊന്ന് നോക്കാം. ഒന്ന് കട്ട ഇതുപോലൊന്ന് പിടിച്ച് നോക്കിയാൽ അറിയാം. കണ്ടില്ലേ, അപ്പം വന്നിട്ടുണ്ട്. തൊട്ട ഉടനെ അത് പൊടിഞ്ഞും പോവും. അപ്പം അങ്ങനെ കറക്റ്റ് പാകത്തിന് നമ്മളിത് നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 1/2 ഗ്ലാസ് വെള്ളം ആണ് എനിക്ക് വേണ്ടി വന്നത്. പിന്നെ പുട്ടുപൊടിയുടെ ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരുമായിരിക്കും. 1 ഗ്ലാസ് എടുത്തിരുന്നു. 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് കറക്റ്റായിട്ട് നനച്ച് വെച്ചു. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് നമുക്കൊരു തേങ്ങ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തു. 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിന് മുകളിലായിട്ട് നനച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പൊടി നമ്മൾ കുത്തി നിറയ്ക്കരുത്, ലൂസായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഫുൾ നിറയ്ക്കാതെ ഒരു 3/4 ഭാഗമൊക്കെ ആകുമ്പം പൊടി ഒക്കെ നമുക്കവിടെ നിർത്താം. ഇത് കവർ ചെയ്യാൻ ആവശ്യമുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തു അടിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കറിൽ ആണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ട് കുറ്റിയിലാണെങ്കിലും ഇതുപോലെയല്ലേ പുഴുങ്ങുന്നത്, പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആയി കഴിയുമ്പോഴത്തേക്ക് പുട്ടവിടെ നല്ല കറക്റ്റ് വേവായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അപ്പം നിങ്ങളിതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളൊക്കെ ആവശ്യമാണ്. എല്ലാ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.